എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയങ്ങളാണ്. എപ്പോഴാണ് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് വേണ്ടത്, അതുപോലെ എത്ര രൂപയാണ് രജിസ്ട്രേഷൻ ഫീസായിട്ടുണ്ടാവുക, അതുപോലെ +2 സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുമോ, അതുപോലെ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റിനായിട്ട് വിദ്യാർത്ഥികളുടെ ഏത് മാർക്കാണ്, +2 മാർക്കാണോ +1 മാർക്കാണോ അല്ലെങ്കിൽ കൂടുതൽ ഈ ഒരു 2 മാർക്കും കൂടിയിട്ടുള്ള ടോട്ടൽ മാർക്കാണോ പരിഗണിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റുകൾ എപ്പോഴായിരിക്കും ഉണ്ടാവുക എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അതുപോലെ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് ഉള്ളത് എന്നുള്ളതും അതുപോലെ ഏതൊക്കെ കോഴ്സുകൾ കോമൺ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയങ്ങളാണ്. അപ്പോൾ ഈ ഒരു സംശയങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കേരളത്തിൽ 4 യൂണിവേഴ്സിറ്റികളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതുപോലെ രണ്ടാമത്തേത് കേരള യൂണിവേഴ്സിറ്റി, പിന്നീട് ഈ ഒരു കുസാറ്റ്, അതുപോലെ തന്നെ നാലാമത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇത്രയും യൂണിവേഴ്സിറ്റികളാണ് കേരളത്തിൽ പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റികളാണ് സാധാരണഗതിയിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്താറുള്ളത്. അതായത് അതത് യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലുള്ള കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട്, അതായത് വിവിധ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലുള്ള കോളേജുകളിലെ പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികൾക്ക് അതത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകൾ വഴി അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിരവധി ഓട്ടോണോമസ് യൂണിവേഴ്സിറ്റി അത് കോളേജുകളുണ്ട്. ഓട്ടോണോമസ് എന്ന് പറഞ്ഞാൽ സ്വയം ഭരണാധികാരമുള്ള കോളേജുകളാണ് ഓട്ടോണോമസ് കോളേജുകൾ. അപ്പോൾ ആ ഒരു കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിന് ആ ഒരു കോളേജ് അലോട്ട്മെൻറ്റ് ആരംഭിക്കുന്ന സമയത്ത് ആ ഒരു കോളേജിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ അതിനുശേഷം ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടാവും. അതിനുശേഷമാണ് അവിടെ അഡ്മിഷൻ അനുവദിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഫറൂഖ് കോളേജ് നിലവിൽ ഈ ഒരു മെയ് 31-ാം തീയതി വരെ ആണ് അവരുടെ ആ ഒരു അലോട്ട്മെൻറ്റിനായിട്ടുള്ള രജിസ്ട്രേഷൻ തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകൾ വഴി, അതായത് കണ്ണൂർ, കേരള, അതുപോലെ കാലിക്കറ്റ്, കുസാറ്റ് വെബ്സൈറ്റുകൾ വഴി സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റുകൾ ആരംഭിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ആ ഒരു വെബ്സൈറ്റുകൾ വഴി അപേക്ഷിക്കാവുന്നതാണ്. ഒരു വിദ്യാർത്ഥിക്ക് ഒരു യൂണിവേഴ്സിറ്റി മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു 4 യൂണിവേഴ്സിറ്റികളിലേക്കും അപ്ലൈ ചെയ്യാം. അതായത് 4 യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലുള്ള കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാരണം ഒരു വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് മാത്രമാണോ അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് മാത്രമല്ല, നിങ്ങൾക്ക് 4 യൂണിവേഴ്സിറ്റികളിലേക്കും അപേക്ഷിക്കാം. അതത് യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റുകൾ വഴിയായിരിക്കണം നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. 500 രൂപയോളമാണ് ഈ ഒരു അപ്ലിക്കേഷൻ ഫീസായിട്ട് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് വിവിധ തരത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഒന്നാമത്തേത്, ഈ ഒരു യൂണിവേഴ്സിറ്റി നടത്തുന്ന ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴി നിങ്ങൾക്ക് കോളേജുകളിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് മാനേജ്മെൻറ്റ് കോളേജുകളിൽ മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് പൈസ നൽകിയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നീടുള്ളത് സെൽഫ് ഫിനാൻസ് കോളേജുകളാണ്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റി അലോട്ട്മെൻറ്റുകൾ നടത്തുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് സെൽഫ് ഫിനാൻസ് കോളേജുകളാണെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ നിങ്ങൾക്ക് പൈസ കൊടുത്തിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവിടെ ഓരോ സെമസ്റ്ററിനും നിങ്ങൾക്ക് ഏകദേശം 30,000 മുതൽ 40,000 രൂപ വരെ കോഴ്സ് അനുസരിച്ച് നിങ്ങൾക്ക് അടക്കേണ്ടതായിട്ട് വരും. ഓരോ സെമസ്റ്ററിലും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഫീസ് അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൈവറ്റ് ആയിട്ട് പഠിക്കാം. അതായത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് കോളേജുകളിൽ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെ നിരവധി ഈ ഒരു പ്രൈവറ്റ് കോളേജുകൾ ഉണ്ടാകും. അപ്പോൾ അവിടെ BCom, അതുപോലെ BA, അതുപോലെ തന്നെ BCA, BBA ഇതുപോലുള്ള കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്ന നിരവധി പ്രൈവറ്റ് കോളേജുകളുണ്ട്. അപ്പോൾ ആ ഒരു കോളേജുകളിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിലും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോളേജുകളിൽ നിങ്ങൾക്ക് ട്യൂഷൻ ഫീ ഇനത്തിൽ ഏകദേശം BCom ആണെങ്കിൽ 20,000 രൂപയും, BA ആണെങ്കിലും ഇതേ രീതിയിൽ 20,000 രൂപയും, BBA ആണെങ്കിൽ ഏകദേശം 30,000 രൂപയും, അതുപോലെ തന്നെ BCA ആണെങ്കിൽ ഏകദേശം 40,000 രൂപയും, BCom ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 20,000 രൂപയോളം ഫീസ് വരുന്നതാണ്. അപ്പോൾ ഓരോ കോളേജുകൾ അനുസരിച്ച് ആ ഒരു ഫീസ് സ്ട്രക്ചറിൽ മാറ്റമുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കോളേജുകളിൽ പ്രവേശനം ലഭിച്ചാലും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. അതായത് ആ ഒരു കോഴ്സിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് ഓരോ കോഴ്സ് അനുസരിച്ച് മാറ്റമുണ്ടാകും. BCom ആണെങ്കിൽ ഏകദേശം 2,000 തൊട്ട് 3,000 രൂപയ്ക്കിടയിലാണ് ഫീസ് വരിക. BA ആണെങ്കിൽ ഏകദേശം 1,500ഓളം രൂപയാണ് ഫീസ് വരിക. BBA ആണെങ്കിൽ ഏകദേശം ഒരു 6,000, 7,000 ആ ഒരു റേഞ്ചിലാണ് കോഴ്സ് ഫീസ് വരിക. BCA ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 10,000 രൂപയാണ് കോഴ്സ് ഫീസായിട്ട് വരിക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഫീസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫീസ് യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ സമയത്താണ് ആവശ്യമായിട്ട് വരിക. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ്, ഈ ഒരു അപേക്ഷയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് മാർക്കാണ് പരിഗണിക്കുന്നത്, നിങ്ങളുടെ ടോട്ടലായിട്ടുള്ള 1,200-ൽ എത്ര മാർക്ക് കിട്ടി, ആ ഒരു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് അനുവദിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി സീറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി സീറ്റ് വഴി നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്നതാണ്. കമ്മ്യൂണിറ്റി സീറ്റിനായിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റും മെറിറ്റ് അലോട്ട്മെൻറ്റിനായിട്ട് മെറിറ്റ് റാങ്ക് ലിസ്റ്റും തയ്യാറാക്കുകയും ആ ഒരു 2 റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും ഓരോ, അതായത് സംവരണത്തിന് അനുസരിച്ചുകൊണ്ട്, അതായത് മെറിറ്റിലാണെങ്കിൽ ആ ഒരു കോമൺ റാങ്ക് ലിസ്റ്റ് വഴിയും, സംവരണാനുകൂല്യം ഉള്ളവരുടെ ആ ഒരു ഉള്ള സീറ്റുകളിലേക്കാണെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് വഴിയുമാണ് അലോട്ട്മെൻറ്റ് നടത്തുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്
അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും കോളേജിൽ അഡ്മിഷൻ നേടുകയോ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷനെങ്കിലും നേടുകയോ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ് സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കുമോ എന്നുള്ളത്. സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഡിഗ്രി പ്രവേശനത്തിന് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കില്ല. +2 ജയിച്ച ശേഷം മാത്രമാണ് സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ വന്നാലുടൻ തന്നെ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് എഴുതുന്നത്, ഓൾറെഡി +2 ജയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു +2വിൻ്റെ ആ ഒരു സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്ത് മാർക്ക് വർദ്ധിക്കുകയാണെങ്കിൽ പിന്നീട് ആ ഒരു മാർക്ക് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് നൽകുന്നതിനായിട്ട് യൂണിവേഴ്സിറ്റികൾ സമയം നൽകാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ഇംപ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷനിൽ എഡിറ്റ് ചെയ്ത് മാറ്റുന്നതിനായിട്ട് അവസരം നൽകുന്ന സമയത്ത് എഡിറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിക്കുന്ന സമയത്ത് തന്നെ അപേക്ഷ സാധിക്കുന്നതാണ്. അതിന് ഒരു പ്രോബ്ലം ഇല്ല. അതുപോലെ തന്നെ കോമൺ ആയിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ സാധിക്കുന്ന കോഴ്സുകളാണ് BA. അതായത് BA തന്നെ മലയാളമുണ്ട്, സോഷ്യോളജി ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് ലാംഗ്വേജുകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു BA കോഴ്സ് പഠിക്കാം. അതുപോലെ തന്നെ BSc സൈക്കോളജി, അതുപോലെ തന്നെ ഈ ഒരു BA മലയാളം, അതുപോലെ ഈ ഒരു BCom, അതുപോലെ BBA, BCA എന്നിങ്ങനെയുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് നിങ്ങൾ സയൻസ് ആയാലും അല്ലെങ്കിൽ കൊമേഴ്സ് ആയാലും അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തത് എങ്കിൽ കൂടിയും നിങ്ങൾക്ക് ആ ഒരു കോഴ്സുകളൊക്കെ പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BBA, BCA, BA, അതുപോലെ തന്നെ BCom, അതുപോലെ BSc സൈക്കോളജി എന്നിങ്ങനെയുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ BSc ഏവിയേഷൻ, BA ഏവിയേഷൻ ഇതുപോലുള്ള കോഴ്സുകളും വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു എല്ലാവിധ കോഴ്സുകളും ചിലപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഉണ്ടായിരിക്കണം എന്നില്ല. പല യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലായിരിക്കും പല കോഴ്സുകളും ചിലപ്പോൾ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ BComൽ തന്നെ BCom ഫിനാൻസ് ഉണ്ട്, അതുപോലെ തന്നെ BCom കോർപ്പറേഷൻ ഉണ്ട്. ഈ ഒരു രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ചില കോഴ്സുകൾ +2വിന് നിശ്ചിത കോഴ്സുകൾ പഠിച്ചവർക്ക് മാത്രം പഠിക്കാൻ സാധിക്കുന്ന കോഴ്സുകളാണ് ഉള്ളത്. അതായത് BSc ബോട്ടണിയും സുവോളജിയും പഠിക്കണമെങ്കിൽ വിദ്യാർത്ഥികൾ +2വിന് ഈ ഒരു അതായത് നിങ്ങൾ +2വിന് ആ ഒരു സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതായത് ഈ ഒരു BSc സുവോളജിയും ബോട്ടണിയും പഠിക്കണമെങ്കിൽ +2വിന് ബയോളജി സയൻസ് പഠിച്ചവർ ആയിരിക്കണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഫിസിക്സ് കെമിസ്ട്രി, BSc ഫിസിക്സ് കെമിസ്ട്രി പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു +2വിന് ഈ ഒരു ഫിസിക്സും അതായത് ഈ ഒരു സയൻസ് ഗ്രൂപ്പ് പഠിച്ച ഒരു വിദ്യാർത്ഥി ആയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ BSc മാത്തമാറ്റിക്സ് പഠിക്കണമെങ്കിൽ വിദ്യാർത്ഥികൾ മാത്തമാറ്റിക്സ് ആയിരിക്കണം ഈ ഒരു +2വിന് പഠിച്ചിട്ടുണ്ടായിരിക്കണം, ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കോഴ്സിൻ്റെ ബ്രാക്കറ്റിൽ SF എന്നോ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് എന്നോ രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് സെൽഫ് ഫിനാൻസ് കോഴ്സാണ്. സെൽഫ് ഫിനാൻസ് കോഴ്സ് എന്ന് പറഞ്ഞാൽ മാസമല്ല, ഈ ഒരു സെമസ്റ്റർ ടൈമിൽ നിങ്ങൾ ഒരു നിശ്ചിതമായിട്ടുള്ള പൈസ അടക്കേണ്ടതായിട്ട് വരും. ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു പൈസക്ക് തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനി ഈ ഒരു അപേക്ഷ എങ്ങനെ സമർപ്പിക്കണം എന്നുള്ളതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സായിരിക്കണം നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ BCom പഠിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം അഡീഷണലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ടിങ് പഠിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അഡീഷണലായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒരു താല്പര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ അക്കൗണ്ടിങ് ഒക്കെ നിങ്ങളുടെ ഡിഗ്രി അവസാന വർഷം ആവുന്ന സമയത്ത് തന്നെ അതൊക്കെ പഠിച്ചിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ജോലി സാധ്യത വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും കോഴ്സുകൾ ചെയ്യുന്നവരാണെങ്കിൽ അതിനോടൊപ്പം പ്രോഗ്രാമിംഗ് കൂടി പഠിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ലാംഗ്വേജുകൾ പഠിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ജോബ് സാധ്യത ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു ഡിഗ്രി കോഴ്സ് പഠിക്കുകയാണെങ്കിലും നിങ്ങൾ മികച്ച മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഏകദേശം ഒരു 60% മുകളിലായിട്ട് മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വെറുതെ ഡിഗ്രി പഠിച്ചു എന്നുള്ളത് കൊണ്ട്, ജസ്റ്റ് ജയിച്ചു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഭാവിയിൽ ഉപകാരം ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. കുറഞ്ഞ മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നീട് തുടർ പഠനത്തിനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഏതൊരു ഡിഗ്രി കോഴ്സായാലും അല്ലെങ്കിൽ ഏതൊരു കോഴ്സ് പഠിക്കുകയാണെങ്കിലും അത് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നല്ല സ്കോറൊക്കെ വാങ്ങിക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് ഈ ഒരു രജിസ്ട്രേഷനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രജിസ്ട്രേഷനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റുകൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ +2വിൻ്റെ സർട്ടിഫിക്കറ്റാണ്. അതുപോലെ തന്നെ അതായത് സർട്ടിഫിക്കറ്റ് അല്ല, അതിൻ്റെ ആ ഒരു മാർക്ക് ലിസ്റ്റും അതുപോലെ തന്നെ അതായത് മാർക്ക് ഷീറ്റിൻ്റെ ഒരു കോപ്പിയാണ്. അത് നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ ഈ ഒരു ഫോൺ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ID-യും ആണ് വേണ്ടത്. അത് നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ടൈമിൽ എപ്പോഴും ഈ ഒരു മൊബൈൽ നമ്പറും അതുപോലെ ഇമെയിൽ ID-യും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആക്റ്റീവായിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ്, അതായത് ആ ഒരു ഇമെയിൽ ID-യും അതുപോലെ മൊബൈൽ നമ്പറും ഉപയോഗിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു അതായത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി ആവശ്യമാണ്. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് ചില അഡ്മിഷൻ ടൈമിലൊക്കെയാണ് ആവശ്യമായിട്ട് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ്റെ ഡോക്യുമെൻറ്റുകൾ ആവശ്യമാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി റിസർവേഷനോ മറ്റുള്ളവരാണെങ്കിൽ കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ NCL സർട്ടിഫിക്കറ്റ്, അതായത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫോട്ടോയും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു അതായത്
സിഗ്നേച്ചറും ആവശ്യമാണ്. ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ആവശ്യമുള്ളത്. ഫോട്ടോ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് നൽകുന്നതിനും അതുപോലെ തന്നെ സിഗ്നേച്ചർ അതിൽ അപ്ലോഡ് ചെയ്ത് നൽകുന്നതിനും ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത്രയുമാണ് അപേക്ഷ നൽകാനായിട്ട് വേണ്ടത്. ഇനി ഈ ഒരു അലോട്ട്മെൻറ്റ് എപ്പോഴാണ് ആരംഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ഏകദേശം നിലവിലെ തീരുമാനപ്രകാരം, അതായത് ഈ ഒരു ജൂലൈ 1 ക്ലാസ്സുകൾ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജൂലൈ 1 ക്ലാസ്സുകൾ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ജൂൺ 7-ാം തീയതി മുതൽ, അതായത് ജൂൺ 7-ാം തീയതിക്കുള്ളിൽ ഈ ഒരു അപേക്ഷ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് നിലവിലുള്ള തീരുമാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയ് പകുതിയോടെ തന്നെ ഈ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കുസാറ്റ് എന്നിങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിലെ അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോസ്പെക്ടസ് ഉടൻ തന്നെ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രോസ്പെക്ടസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ കോഴ്സ് ഡീറ്റെയിൽസും, ഓരോ കോളേജിലും ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസും കറക്റ്റായിട്ട് അതിൽ മെൻഷൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊക്കെ കറക്റ്റായിട്ട് പ്രോസ്പെക്ടസ് വന്നു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റിന് ഓപ്ഷൻ നൽകുന്ന രീതിയാണ്. നിങ്ങൾ +1 അലോട്ട്മെൻറ്റിന് ഓപ്ഷൻ നൽകുന്ന അതേ രീതിയിൽ തന്നെയാണ് ഓപ്ഷൻ നൽകേണ്ടത്. അതായത് പ്രയോറിറ്റി ബേസിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏത് കോളേജിലാണുള്ളത് ആ ഒരു കോളേജും കോഴ്സുമാണ് ആദ്യം നൽകേണ്ടത്. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് അതിനനുസരിച്ചാണ് നിങ്ങൾ ഓപ്ഷനായിട്ട് നൽകേണ്ടത്. ഈ ഒരു +1 അലോട്ട്മെൻറ്റ് തന്നെയാണ് ഇതിലും അലോട്ട്മെൻറ്റ് നടക്കുന്നത്. കാരണം ഈ ഒരു നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തരാൻ പറ്റുമോ നോക്കും, പിന്നീട് സെക്കൻഡ് ഓപ്ഷൻ തരാൻ പറ്റുമോ നോക്കും. നിങ്ങൾക്കിപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ 6ാമത്തെ ഓപ്ഷൻ ക്യാൻസൽ ആവും. പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റ് മുതൽ 1 മുതൽ 4 വരെയുള്ള ഓപ്ഷൻസ് മാത്രമേ പരിഗണിക്കുള്ളൂ. ഇതേ രീതിയിൽ തന്നെയാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത്. അതുപോലെ തന്നെ ആദ്യം ട്രയൽ അലോട്ട്മെൻറ്റ് ആണ് പ്രസിദ്ധീകരിക്കുക. ട്രയൽ അലോട്ട്മെൻറ്റ് ജൂൺ 15-നകം പ്രസിദ്ധീകരിച്ചേക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ, അത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒഴികെയുള്ള മറ്റ് ഡീറ്റെയിൽസുകളൊക്കെ, അതായത് ഓപ്ഷൻസൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ടാകും. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഏകദേശം ജൂൺ 22-ാം തീയതിക്കകം പ്രസിദ്ധീകരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു കോളേജിൽ പോയിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. അതേസമയം നിങ്ങൾക്ക് 2ാമത്തെയോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള മറ്റ് ഓപ്ഷനോ ആണ് കിട്ടുന്നതെങ്കിൽ കോളേജിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുത്താൽ മതി. ചില യൂണിവേഴ്സിറ്റികൾ ടെമ്പററി അഡ്മിഷൻ എടുക്കേണ്ട എന്ന് പറയാറുണ്ട്. അതിനുശേഷം അടുത്ത അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യാനായിട്ട് പറയാറുള്ളത്. നിങ്ങൾക്ക് ആ ഒരു കോളേജ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അപ്പോൾ ചില യൂണിവേഴ്സിറ്റികൾ ആ ഒരു കോളേജിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ ടെമ്പററി അഡ്മിഷന് ഫീസൊന്നും അടക്കേണ്ടതില്ല. ജസ്റ്റ് പോയിട്ട് നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു ഡീറ്റെയിൽസൊക്കെ നൽകിയിട്ട് അവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ടെമ്പററി അഡ്മിഷൻ എടുക്കുക എന്നുള്ള രീതിയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന സെക്കൻഡ് അലോട്ട്മെൻ്റ് ആണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് ആദ്യം ലഭിച്ച കോളേജിന് ശേഷം നിങ്ങൾക്ക് പുതുതായിട്ട് മറ്റൊരു കോളേജിലേക്ക് കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയ ആ ഒരു കോളേജ് ക്യാൻസൽ ആവും. അതായത് ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് 5ാമത്തെ ഓപ്ഷൻ കിട്ടി, പിന്നീട് നിങ്ങൾക്ക് ലഭിച്ചത് 3ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ ആദ്യം ലഭിച്ച ആ ഒരു സീറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് പുതിയ ആ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ടും വരും. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ്, അതായത് +1 അലോട്ട്മെൻറ്റിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഇതിലും അലോട്ട്മെൻറ്റ് നടക്കുന്നത്. അതുപോലെ തന്നെ ഓരോ അലോട്ട്മെൻറ്റിലും ഫസ്റ്റ് ഓപ്ഷൻ കിട്ടുമ്പോൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുകയും സെക്കൻഡോ അതിന് അടിയിലുള്ള മറ്റ് ഓപ്ഷൻസോ ആണ് കിട്ടുന്നതെങ്കിൽ താൽക്കാലിക അഡ്മിഷൻ നേടുന്നതിനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഉണ്ടാവുക. അതിനുശേഷം 3rd അലോട്ട്മെൻറ്റിന് ശേഷം അല്ലെങ്കിൽ 4th അലോട്ട്മെൻറ്റിന് ശേഷം സ്പെഷ്യൽ അല്ലെങ്കിൽ സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് എന്നിങ്ങനെ വിവിധ പേരുകളിൽ വിവിധ യൂണിവേഴ്സിറ്റികൾ അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ ഇതുവരെ സമർപ്പിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾ കൂടി അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു അപേക്ഷ ആരംഭിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു അപേക്ഷ നൽകിയിട്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ് എത്ര % മാർക്കാണ് നിങ്ങൾക്ക് ഈ ഒരു ഡിഗ്രി പ്രവേശനത്തിനായിട്ട് വേണ്ടത് എന്നുള്ളത്. ഓരോ കോഴ്സ് അനുസരിച്ചും അതുപോലെ തന്നെ അതിലെ അപേക്ഷയുടെ മാർക്ക് അനുസരിച്ചിട്ടുമാണ് അലോട്ട്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പറയാൻ സാധിക്കുക. നിങ്ങൾക്ക് മാർക്ക് വളരെ കുറവാണെങ്കിൽ അലോട്ട്മെൻറ്റിൻ്റെ അവസാനം ഘട്ടം വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നല്ലൊരു മാർക്കുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു കോളേജിൽ തന്നെ അലോട്ട്മെൻറ്റ് നിങ്ങൾ ഓപ്ഷൻ വെക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കൂടുതലുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത കൂട്ടുകയും മാർക്ക് കുറയുന്നതിനനുസരിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത വളരെയധികം കുറയുകയും ചെയ്യുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് കൂടി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നീട് കോളേജ് വൈസ് അലോട്ട്മെൻറ്റുകളും നടത്തുന്നതായിരിക്കും. അതായത് സ്പോട്ട് അലോട്ട്മെൻറ്റുകളൊക്കെ നടത്തുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്കൊന്നും അലോട്ട്മെൻറ്റ് എവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ പ്രൈവറ്റ് കോളേജുകളിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിഗ്രി പഠനം നടത്താവുന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാം. സാധാരണ ഇതിൽ സ്വന്തമായിട്ട് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ പിന്നീട് നിങ്ങൾക്ക് പ്രൈവറ്റ് കോളേജുകൾ പിന്നീട് ജോയിൻ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഡിഗ്രി പ്രവേശനം എങ്ങനെയാണ് എന്നുള്ള കാര്യം അതുപോലെ മറ്റ് സംശയങ്ങളും മാറിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓരോ അതായത് യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി പ്രവേശന നടപടികൾ ആരംഭിക്കുന്ന സമയത്ത് നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പത്രങ്ങൾ മുഖേനയും ആ ഒരു ഡീറ്റെയിൽസുകൾ അറിയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.